പട്ടിക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതിയാണ് ഞാൻ ഈ മാർച്ചിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്തത്. ഇന്ന് മലപ്പുറം ജില്ലയ്ക്കും കേരളത്തിനുമെതിരായി വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് വർഗീയവാദികളുടെ വോട്ട് നേടിയാണ് എന്നുള്ള പ്രചരണം BJP നേതാക്കന്മാർ ഒരു ഭാഗത്ത് നടത്തുന്നു. ഈ നിതേഷ് റാണ എന്ന് പറയുന്ന വ്യക്തി മുൻ കേന്ദ്രമന്ത്രിയായ നാരായൺ റാണയുടെ മകനാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. മഹാരാഷ്ട്രയിൽ വർഗീയ കലാപങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹമാണ് കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി വർഗീയത ആളിക്കത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി, ഈ പ്രായത്തിലും അദ്ദേഹം മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ അനുകൂലികൾ ഉള്ളത് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയതായി എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞു. അത് ശരിയാണെങ്കിൽ ഈ ജില്ലയെയും കേരളത്തെയും അപമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ മതേതരത്വത്തിന് പേരുകേട്ട നാടാണ് കേരളം. മലപ്പുറം ജില്ലയും അതുതന്നെയാണ്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും ജനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മിനി പാകിസ്ഥാനാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്ന കേന്ദ്രമന്ത്രിയെ പുറത്താക്കുകയാണ്, സംസ്ഥാന മന്ത്രിയെ പുറത്താക്കുകയാണ് വേണ്ടത്. ഇന്ന് വ്യാജ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്ത് EVM-ൽ ക്രമക്കേടുകൾ നടത്തി നേടിയെടുത്തൊരു വിജയമാണ് മഹാരാഷ്ട്രയിലുള്ളത്. ആ വിജയത്തിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭം ഇന്ന് മഹാരാഷ്ട്രയിൽ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഏകപക്ഷീയമായ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ച മന്ത്രി നിതേഷ് റാണ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഞാൻ ആവർത്തിക്കുന്നു. ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട UDF ജില്ലാ ചെയർമാൻ, രാവിലെയാണ് ഈ മാർച്ച് നമ്മൾ പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവർകൾ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഇന്ന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഈ ജില്ലയിലെത്തിയതാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാവാനുള്ള തീരുമാനം നമ്മളെ അറിയിച്ചു. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായി. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന വഴിയൊക്കെ നമുക്കറിയാം. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള AICCയുടെ നേതാവാണ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല. അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കും. ഈ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് മാത്രമല്ല, എല്ലായിടത്തും വിഭജന രാഷ്ട്രീയവുമായി ഈ BJP-യും CPM-ഉം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, മഹാരാഷ്ട്ര മന്ത്രി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം BJP-ക്കാർ നടത്തുമ്പോൾ ഇവിടെ വിജയരാഘവനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇവർക്കും ഇതേ വാദമാണ് ഉയർത്താനുള്ളത്. ഒരേ നാക്കും ഒരേ വാക്കുമായി രാജ്യത്ത് BJP-യും CPM-ഉം ഒരുപോലെ നമ്മുടെ നാടിനെ ആക്ഷേപിക്കുക. BJP-ക്കാർ ഈ ആരോപണം കേരളത്തിനെതിരെ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശമാണ്. ദി ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് മലപ്പുറം ജില്ല രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്, ഉറവിടമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. ആ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ അടിവരയിട്ടുകൊണ്ട് മലപ്പുറം ജില്ല മാത്രമല്ല കേരളം തന്നെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്, മിനി പാകിസ്ഥാനാണ് എന്ന് BJP-ക്ക് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. രണ്ടു കൂട്ടരും ഒരേ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. നിതേഷ് റാണ എന്ന BJP-യുടെ നേതാവ് പറയുന്നു, ഇവിടെ വർഗീയവാദികളുടെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചാണ് നമ്മൾ വിജയിച്ചത്. ഇവിടെ BJP-യുടെ നേതാക്കന്മാർ പറയുന്ന അതേ വാചകം
എമ്മിന്റെ നേതാക്കന്മാർ വിജയരാഘവനെ പോലെയുള്ള ആളുകൾ പറയുകയാണ്, ഈ നാടിനെ ആക്ഷേപിക്കുകയാണ്, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, ഈ നാടിന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്ന ഈ കൂട്ടരെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, നമുക്കിടയിലുള്ള പാരസ്പര്യത്തിന്റെ പാലം തകർത്ത് പരസ്പര സ്പർദ്ധ വളർത്തി ആളുകൾക്കിടയിൽ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കി അങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അധികാരത്തിലെത്താനുള്ള കുൽസിതമായ നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിക്കൊണ്ട് ജനമനസാക്ഷിയെ ഉണർത്തുന്ന ഒരു പ്രതിഷേധമാണ് നമ്മൾ സംഘടിപ്പിച്ചുള്ളത്. ഈ പ്രതിഷേധ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ പ്രതിപക്ഷ നേതാവ്, ഒരു കുറ്റാന്വേഷണ വിദഗ്ധന്റെ വൈദഗ്ധ്യത്തോടുകൂടി കേരളത്തിൽ നിരവധി അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരാനും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ, മന്ത്രിമാരെ മുൾമുനയിൽ നിർത്തി കേരളം കണ്ട ഏറ്റവും കരുത്തനായ പ്രതിപക്ഷ നേതാവെന്ന് പേരെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. പ്രകടനം സിന്ദാബാദ്, പ്രകടനം സിന്ദാബാദ്. കേരള നാടിനെ അപമാനിച്ച, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട, കേരള നാടിനെ അപമാനിച്ച, കേരള നാടിനെ അപമാനിച്ച നിതീഷ് റാണ കത്തട്ടെ, നിതീഷ് റാണ കത്തട്ടെ, കത്തി കത്തി തീരട്ടെ. പ്രതിഷേധം, പ്രതിഷേധം, ഭാരതമാകെ പ്രതിഷേധം, ഭാരതമാകെ പ്രതിഷേധം, കോൺഗ്രസിന്റെ പ്രതിഷേധം, കോൺഗ്രസിന്റെ പ്രതിഷേധം. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തി കത്തി തീരട്ടെ, കത്തി കത്തി തീരട്ടെ. കേരള നാടിനെ അപമാനിച്ച, മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കേരള നാടിനെ അപമാനിച്ച നിതീഷ് റാണ കത്തട്ടെ, കത്തി കത്തി തീരട്ടെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധം, ഭാരതമാകെ പ്രതിഷേധം. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തി കത്തി തീരട്ടെ. നിതീഷ് റാണ കത്തട്ടെ. കേരള നാടിനെ അപമാനിച്ച, കേരള നാടിനെ അപമാനിച്ച നിതീഷ്